യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഗുഡ് മോർണിംഗ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അല്പസമയം നിങ്ങളുടെ മുന്നിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോടെ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അധമ വികാരങ്ങളെ കീഴടക്കുക. അധമ വികാരങ്ങളെ കീഴടക്കുക. ചിന്തയ്ക്ക് ആധാരമായ വാക്യം ഇങ്ങനെയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കും. ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുക. നോക്കണം, ഈ ഭൂമിയുടെ ചരിത്രത്തിൻ്റെ അവസാനത്തോടടുത്ത് നാം ആയിരിക്കുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ടോ എന്നും അവസാന നാളുകളിലാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നതെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ഈ അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിക്കുകയാണ്. കാര്യം, സാത്താൻ നശിക്കും എന്ന് സാത്താന് വ്യക്തമായിട്ട് അറിയാം. അതിനു മുമ്പായി ദൈവം സ്നേഹിക്കുന്നതായ ദൈവത്തിൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം എന്നുള്ളത് അവൻ്റെ ഒരു പദ്ധതിയാണ്. ആയതിനാൽ പലവിധമായ തന്ത്രങ്ങളും പോരാട്ടങ്ങളുമായിട്ട് അവൻ ഈ ഭൂമുഖത്ത് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും അവൻ്റെ കെണിയിൽപ്പെടുത്തുവാൻ തക്കവണ്ണം അവനെ അലറുന്ന സിംഹത്തെ പോലെ എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിക്കുന്നു. സാത്താൻ സർവശക്തിയോടും കൂടി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കും. ഈ അന്ത്യകാലഘട്ടത്തിൽ പുരാതന ഇസ്രായേല് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് എങ്ങനെ പരീക്ഷിച്ചുവോ അതേ വിധത്തിലും അതേ പരീക്ഷകളോടും കൂടി അവൻ എന്ത് ചെയ്യും? ഈ അന്ത്യകാലഘട്ടത്തിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിശക്തമായിട്ട് ഈ അന്ത്യകാലത്തിൽ എന്ത് ചെയ്യും? അവൻ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അവൻ കെണികൾ ഒരുക്കും. അവന്റെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാരണം, ദൈവകൽപ്പന ആരനുസരിക്കുന്നുവോ അവരെന്ത് ചെയ്യും? അവൻ കെണിയിൽപ്പെടുത്താനായിട്ട് നോക്കുമെന്ന് പറയുന്നു. സ്വർഗീയ കനാന് തൊട്ടടുത്ത് എത്തിയവർക്കും അതേ അനുഭവം തന്നെ നേരിടേണ്ടി വരും. ആത്മാക്കളെ കുടുക്കുവാനും ദൈവത്താൽ വിശ്വാസം അർപ്പിച്ചവരുടെ ബലഹീന സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താനും വേണ്ടി തൻ്റെ ശക്തികളെ സാത്താൻ പരമാവധി ഈ അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ഉപയോഗപ്പെടുത്തും. അതിനാൽ അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കൊള്ളണം. കാര്യം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യും? ദൈവരാജ്യത്തിന് യോഗ്യരായി മാറും. അത് സാത്താൻ ഇഷ്ടമല്ല. കാര്യം, അവൻ നഷ്ടപ്പെട്ടതായ ആ രാജ്യം മറ്റുള്ളവർ അവിടെ എത്തുവാൻ തക്കണം ആഗ്രഹിക്കുന്നത് സാത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ തക്കവണ്ണം സാത്താൻ എന്ത് ചെയ്യും? പല പദ്ധതികളും ഈ അന്ത്യകാലഘട്ടത്തിൽ എന്ത് ചെയ്യും? അവൻ പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ അവൻ്റെ തന്ത്രങ്ങൾ നമ്മൾ കുടുങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങളെ ആഴത്തിൽ പഠിച്ച് ഗ്രഹിച്ച് എന്ത് ചെയ്യണം? അതിന് അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇവിടെ ഇങ്ങനെ പറയുന്നു, തങ്ങളുടെ അധമ വികാരങ്ങളെ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിലെ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഉന്നത വികാരങ്ങൾക്ക് കീഴ്പ്പെടുത്താത്തവരെയും ജഡീക ആസക്തികളുടെ അടിത്തട്ടിലെ അഴുക്ക് ചാലുകളിൽ ഒഴുക്കുവാൻ സ്വന്തം മനസ്സുകളെ അനുവദിച്ചവരെയും
തൻ്റെ പ്രലോഭനങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാൻ സാത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ഭക്ഷണത്വം കൊണ്ട് അവരെ മലിനപ്പെടുത്തുക എന്നതാണ് അവൻ്റെ ഒരു തന്ത്രം. താഴ്ന്ന നിലയിലും അപ്രധാനമായ സ്ഥാനങ്ങളെയും അല്ല സാത്താൻ ലക്ഷ്യമിടുന്നത്. പിന്നെയോ അതിനായി അവൻ തനിക്ക് പകരക്കാർ ആക്കുവാൻ കഴിയുന്നവരെയാണ് ഉപയോഗപ്പെടുത്തുക. അവരെ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവത്തിന്റെ നിയമത്തെയും കുറ്റം വിധിക്കുന്ന കാര്യങ്ങളെ ചെയ്യിപ്പാൻ വശീകരിക്കുകയോ ആകർഷിക്കുകയോ ചെയ്യും. ദൈവം അരുതേ എന്ന് പറഞ്ഞിരിക്കുന്നതായ കാര്യാദികളെ ചെയ്യുവാൻ തക്കൊണ്ട് എന്ത് ചെയ്യും? ഈ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ 10 കൽപ്പന അനുസരിക്കണം എന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതനുസരിക്കേണ്ട, അതനുസരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിപ്പിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീരും. എങ്കിൽ മാത്രമേ അവന്റെ തന്ത്രങ്ങളിൽ അവന് പെടുത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതിനാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു തെറ്റിലും നമ്മൾ പെടാതിരിപ്പാൻ തക്കവണ്ണം, സാത്താന്റെ ഒരു തന്ത്രത്തിൽ നമ്മൾ പെട്ടുപോകാതിരിപ്പാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതായ കാലഘട്ടത്തിലാണ് നമ്മൾ കാര്യം. ഇത് അന്ത്യകാലം എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അവകാശവാദങ്ങളെ പഠിപ്പിക്കുന്നവരായി ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നവർക്കും ദൈവിക പ്രമാണങ്ങളെ ന്യായീകരിക്കാനുള്ളതായ വാദഗതികളെ കൊണ്ട് വായി നിറഞ്ഞിരിക്കുന്നവർക്കും എതിരെ സാത്താൻ അത്തരം മിന്നൽ കടന്നാക്രമണം എന്ത് ചെയ്യും? നടത്തും. നോക്കണേ, ദൈവത്തിന്റെ വേല ചെയ്യുന്നതായ, ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്നതായ ആളുകളുടെ മേല് അതിശക്തമായിട്ട് എന്ത് ചെയ്യും? സാത്താൻ അന്ത്യകാലഘട്ടത്തിൽ പ്രവർത്തിക്കുമെന്ന് പറയുക. അതുകൊണ്ട് എത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യും? ദൈവത്തിൽ പ്രിയം വെച്ചുകൊണ്ട് ജീവിക്കുന്നതായ എല്ലാ മനുഷ്യരെയും അവൻ തെറ്റിക്കാൻ തക്കവണ്ണം പല തന്ത്രങ്ങളും എന്ത് ചെയ്യും? ആസൂത്രണം ചെയ്യും. അപ്പോൾ ഇവിടെ ദൈവത്തിന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ മേൽ അവൻ തൻ്റെ നരകശക്തികളെയും അവൻ്റെ പ്രവർത്തക ഗണങ്ങളെയും ഉപയോഗിക്കും. അവരുടെ സ്വഭാവത്തിലെ ദുർബല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് അവരെ എതിയുന്നത് മറിച്ചിടുക. ഒന്നിൽ കുറ്റക്കാരനാകുന്നവൻ സകലത്തിലും കുറ്റക്കാരനാണെന്ന് അവന് അറിയാമല്ലോ. നോക്കണം, ഒരു തെറ്റിൽ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ സകലത്തിലും കുറ്റക്കാരായി മാറി. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? അവൻ തിരഞ്ഞു പിടിക്കും, അല്ലേ? അങ്ങനെ അവൻ എന്ത് ചെയ്യും? അവൻ ആ വ്യക്തിയുടെ മേല് മുഴുവൻ ആധിപത്യവും എന്ത് ചെയ്യും? നേടും. മനസ്സും പ്രാണനും ശരീരവും മനസാക്ഷിയും എല്ലാം നാശത്തിൽ എന്ത് ചെയ്യുന്നു? ഉൾപ്പെട്ടിരിക്കുന്നു. അവൻ നീതിയുടെ ദുരൂഹതകർ ആയിരുന്നു മാറുന്നു. വലിയ വെളിച്ചം പ്രാപിച്ചിരുന്നെങ്കിൽ അല്ല, ദൈവം അവരെ തൻ്റെ സത്യത്തിന്റെ പ്രവൃത്തിയിൽ പ്രത്യേക പ്രവർത്തകരായി ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ സാത്താന്റെ വിജയം എത്ര വലുതാകുമായിരുന്നു. നോക്കണം, എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്നുവെങ്കിൽ പിശാചിന്റെ പ്രവൃത്തി എത്ര ശക്തമാകുമായിരുന്നു. കാര്യം എല്ലാ മനുഷ്യരുടെയുമായിരുന്നു അവന് അടിമപ്പെടുമായിരുന്നു. അവൻ എത്രമാത്രം ആഹ്ലാദിക്കുന്നു. നോക്കണം, ഓരോ മനുഷ്യനും ദൈവകൽപ്പന തെറ്റിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പിശാചിന്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു, അല്ലേ? ദൈവം വേദനിക്കുന്നു. നോക്കണം, അപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നു? ആഹ്ലാദിക്കുന്നു. അതിനൊരു അവസരം കൊടുക്കാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിപ്പാൻ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ച് ഗ്രഹിച്ച് അതിനധിഷ്ഠിതമായിട്ട് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രബോധനത്തിന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ അളവറ്റ സ്നേഹം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേട്ടതായ എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ആരും പിശാചിന്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ തക്കണം. ദൈവത്തിന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണം. മാനവും മഹത്വവും എടുക്കണം. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.